തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ +1 ഫിസിക്സിലെ 11ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ രണ്ടാം ഭാഗമാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് ആദ്യമായി ലേറ്റന്റ് ഹീറ്റ് എന്താണ് എന്ന് പഠിക്കാം. The amount of heat per unit mass transferred during change of state of substance is called latent heat of substance for the process. ഒരു സബ്സ്റ്റൻസ് അത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഈ സമയത്ത് യൂണിറ്റ് മാസിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഹീറ്റ് എനർജി, അതിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഒരു സബ്സ്റ്റൻസ് മാറുമ്പോൾ അതിന് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഹീറ്റ് എനർജി, ഇതിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് നാം വിളിക്കുന്നത്. ഇഫ് മാസ് m ഓഫ് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് എ ചേഞ്ച് ഫ്രം വൺ സ്റ്റേറ്റ് ടു അതർ, then the quantity of heat required is given by Q is equal to ml or L is equal to Q by M. Latent heat is characteristic of substance and it depends on pressure. Its unit is joule per kilogram. The latent heat for a solid liquid state change is called the latent heat of fusion, and that for a liquid gas state change is called the latent heat of vaporization. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. Burns from steam are usually more serious than boiling water. Why? തിളച്ച വെള്ളത്തേക്കാൾ കൂടുതൽ പൊള്ളൽ ഏൽപ്പിക്കുന്നത് തിളച്ച വെള്ളത്തിൽ നിന്ന് വരുന്ന ആവിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൻ്റെ ഉത്തരത്തിലേക്ക് ഒന്ന് നോക്കാം. The latent heat of vaporization for water is 22.6 into 10 raised to 5 joule per kilogram. അതായത് 22.6 into 10 raised to 5 joule ഹീറ്റ് 1 കിലോഗ്രാം വാട്ടറിനെ നമുക്ക് അതിൻ്റെ ഫേസിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ, അതായത് വേപ്പറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. സോ at 100 degrees Celsius, the steam carries 22.6 into 10 raised to 5 joule heat. അതായത് 100 ഡിഗ്രി സെൽഷ്യത്തിൽ എത്തി നിൽക്കുന്ന വാട്ടർ ക്യാരി ചെയ്യുന്നത് 22.6 ഇൻറ്റു 10 raised to 5 ജൂൾ എനർജിയാണ്. ഈ എനർജി എന്ന് പറയുന്നത് ചൂടായി നിൽക്കുന്ന വാട്ടറിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏൽക്കുന്ന ഒരു പൊള്ളൽ എന്ന് പറയുന്നത് ചൂടുവെള്ളത്തിൻ്റെ പൊള്ളലിനേക്കാൾ കൂടുതൽ എനർജി സ്റ്റീമിലുള്ളത് കൊണ്ട് സ്റ്റീമിൻ്റെ ബേൺസ് അത് കൂടുതലായി നമുക്ക് അനുഭവപ്പെടും. ഹീറ്റ് എനർജിയുടെ ട്രാൻസ്ഫർ അത് എത്ര തരത്തിലുണ്ട്, എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ ഒന്ന് പഠിക്കാം. പൊതുവെ 3 തരത്തിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്ന് പറയുന്ന 3 തരത്തിൽ. ഇവയെല്ലാം ഓരോന്നും എന്താണ് എന്ന് പഠിക്കാം. ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ. കണ്ടക്ഷൻ ഈസ് ദ മെക്കാനിസം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ 2 adjacent പാർട്ട് ഓഫ് എ ബോഡി ബിക്കോസ് ഓഫ് ദെയർ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഒരു വസ്തുവിൻ്റെ അടുത്തടുത്തുള്ള പാർട്സിലേക്ക് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു രീതിക്ക് വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഓർ ഹീറ്റ് കറന്റ് H ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്, ദാറ്റ് ഈസ് Tc minus Td, and the area of cross section A and inversely proportional to the length L, that is H is equal to Ka into Tc minus Td divided by L.
The constant of proportionality K is called the thermal conductivity of the material. The greater the value of K for a material, the more rapidly it will conduct heat. The SI unit of K is Joule second raised to minus 1 meter raised to minus 1 Kelvin raised to minus 1 or watt meter raised to minus 1 Kelvin raised to minus 1. കണ്ടക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. Some cooking pots have copper coating on its bottom. Why? നാം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില പാത്രങ്ങൾ പരിശോധിച്ചാൽ അവയുടെ അടിഭാഗം കോപ്പർ കോട്ടിംഗ് ഉള്ളതായി കാണപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ ഗുണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്? ബിക്കോസ് ഓഫ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ, it distributes heat over the bottom of pot very fastly and promotes uniform cooking. കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി കോപ്പറിന് വളരെ കൂടുതലാണ്. അതിനാൽ നാം സ്റ്റവിലോ അടുപ്പിലോ വച്ച് ഈ പാത്രത്തിലേക്ക് ഹീറ്റ് എനർജി അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വ്യാപിക്കുന്നു. അതിൻ്റെ ഫലമായി ഒരേപോലെ എല്ലാ ഭാഗത്തും പാത്രത്തിൽ ചൂടെത്തുകയും ഒരേപോലെ കുക്ക് ചെയ്യാൻ, എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കുക്ക് ചെയ്യാൻ അതിന് ചൂട് കിട്ടുകയും ചെയ്യുന്നു. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള കൺവെക്ഷൻ എന്താണ് എന്ന് പരിശോധിക്കാം. കൺവെക്ഷൻ ഈസ് എ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ. പദാർത്ഥങ്ങളുടെ ചലനം മൂലം ഹീറ്റ് എനർജി അത് സംഭവിക്കുന്ന രീതിയാണ് കൺവെക്ഷൻ. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ഫ്ലൂയിഡ്സ്. കൺവെക്ഷൻ ക്യാൻ ബി നാച്ചുറൽ ഓർ ഫോഴ്സ്ഡ്. ഇൻ നാച്ചുറൽ കൺവെക്ഷൻ, വെൻ ഫ്ലൂയിഡ് ഈസ് ഹീറ്റഡ്, it expands and becomes less dense. It then rises up and a colder part replaces it. This process goes on as a cycle. കൺവെക്ഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ മോഡ് അത് നടക്കുന്നത് ഫ്ലൂയിഡ്സിലാണ്, അതായത് ലിക്വിഡ്സിലും ഗ്യാസിലുമാണ്. കൺവെക്ഷൻ നടക്കുന്ന ആ സമയത്ത് അത് നാച്ചുറൽ കൺവെക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ ആ ഫ്ലൂയിഡ് അത് ഹീറ്റാകുന്നു. അങ്ങനെ ഹീറ്റാകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നു, അതിൻ്റെ ഡെൻസിറ്റി അത് കുറയുന്നു, ലെസ് ഡെൻസായി മാറുന്നു. അങ്ങനെ ആ ഭാഗം, ഫ്ലൂയിഡിൻ്റെ ആ ഭാഗം മുകളിലേക്ക് ഉയരുന്നു. അതുപോലെ തന്നെ കോൾഡറായി നിൽക്കുന്ന ഫ്ലൂയിഡിൻ്റെ പാർട്ട് അത് റീപ്ലേസ് ചെയ്യുന്നു. ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചൂടായി വരുന്ന ഫ്ലൂയിഡിൻ്റെ ഭാഗം മുകളിലേക്ക് പോവുകയും അപ്പോൾ അവിടെ കോൾഡർ പാർട്ട് അങ്ങോട്ട് വന്ന് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഇത് ചൂടായി മുകളിലേക്ക് പോകുന്നു. ഇതൊരു സൈക്കിളായി ഇങ്ങനെ പുരോഗമിക്കുന്നു. ഇൻ ഫോഴ്സ്ഡ് കൺവെക്ഷൻ, ദ മെറ്റീരിയൽ ഈസ് ഫോഴ്സ്ഡ് ടു മൂവ് ബൈ പമ്പ് ഓർ ബൈ അതർ ഫിസിക്കൽ മീൻസ്. Some examples are cooling system of automobile engines, heart that circulate blood throughout our body, sea breeze, land breeze. കൺവെക്ഷൻ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഒരു പ്രോസസ്. സീ ബ്രീസും ലാൻഡ് ബ്രീസും ഇവ എന്താണ് എന്ന് പഠിക്കാം. സീ ബ്രീസ്, വിൻഡ് ഫ്രം sea to land on daytime. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് ഉള്ള ആ ഒരു കാറ്റ്, ആ വിൻഡിനെയാണ് നാം സീ ബ്രീസ് എന്ന് വിളിക്കുന്നത്. ഡ്യൂറിംഗ് ദ ഡേ, ദ ഗ്രൗണ്ട് ഹീറ്റ്സ് അപ്പ് മോർ ക്വിക്ലി ദാൻ ലാർജ് ബോഡീസ് ഓഫ് വാട്ടർ. പകൽ സമയത്ത് ലാൻഡ് അല്ലെങ്കിൽ മണ്ണ് എന്ന് പറയുന്നത് വെള്ളത്തേക്കാൾ പെട്ടെന്ന് ചൂട് പിടിക്കുന്നു. The air in contact with the
warm ground is heated by conduction and expands, become less dense than the surrounding cooler air. As a result, the warm air rises or air currents and other air moves to fill the space, creating a sea breeze near a large body of water. പകൽ സമയത്ത് കടൽ വെള്ളത്തിനേക്കാൾ പെട്ടെന്ന് തന്നെ കര ചൂടുപിടിക്കുകയും അതുമായി ചേർന്ന് നിൽക്കുന്ന വായു അത് ഡെൻസിറ്റി കുറയുകയും ലെസ് ഡെൻസായി മാറുകയും ഒപ്പം തന്നെ ആ എയർ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഈ സമയത്ത് മുകളിലുള്ള തണുത്ത ആ എയർ ഈ ചൂടുള്ള എയറിൻ്റെ ഭാഗത്തേക്ക് വന്ന് റീപ്ലേസ് ചെയ്യും. ആ എയർ എന്ന് പറയുന്നത് കടലിലാണ് കരയേക്കാൾ അപ്പോൾ തണുത്ത എയർ ഉള്ളത്. ആ തണുത്ത എയർ ചൂടുള്ള എയർ ഉയർന്നു പോയ സ്ഥലത്തേക്ക് വന്ന് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ കടലിൽ നിന്ന് കരയിലേക്ക് ഒരു ബ്രീസ്, സീ ബ്രീസ് ആയിട്ട് അത് പരിണമിക്കുന്നു. ലാൻഡ് ബ്രീസ്, വിൻഡ് ഫ്രം ലാൻഡ് ടു സീ ഓൺ നൈറ്റ്. രാത്രി സമയത്ത് കരയിൽ നിന്ന് കടലിലേക്ക് ഉണ്ടാകുന്ന കാറ്റ്, ഇതിനെയാണ് ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുന്നത്. അറ്റ് നൈറ്റ് the ground loses its heat more quickly and the water surface is warmer than the land. രാത്രി സമയത്ത് കര കടലിനേക്കാൾ പെട്ടെന്ന് തന്നെ തണുക്കുന്നു. പക്ഷെ കടലിന് മുകളിലുള്ള ആ എയർ അതെപ്പോഴും ചൂട് പിടിച്ച് തന്നെ നിൽക്കുകയാണ്. അത് ലെസ് ഡെൻസായി മാറുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ആ ഉയർന്ന ഭാഗത്തേക്ക് തണുത്ത് വന്നിരിക്കുന്ന കരയിൽ നിന്ന് എയർ ഫില്ല് ചെയ്യുന്നു. അത് ഒരു കാറ്റായി മാറുന്നു, ലാൻഡ് ബ്രീസ് ആയി മാറുന്നു. ഇതിനെയാണ് നാം ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുന്നത്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് ഉണ്ടാകുന്ന ആ ബ്രീസ്, അതിനെയാണ് നമ്മൾ ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുന്നത്. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ മൂന്നാമത്തെ മോഡ് ആയിട്ടുള്ള റേഡിയേഷൻ എന്താണ് എന്ന് പരിശോധിക്കാം. In radiation, energy is transferred in the form of electromagnetic radiation called heat radiation. It requires no medium for heat transfer. Earth receives energy from sun by means of radiation. Thermal radiation. The electromagnetic radiation emitted by a body by virtue of its temperature is called thermal radiation. When this thermal radiation falls on other body, it is partially reflected and partially absorbed. The amount of heat that a body can absorb by radiation depends on the color of the body. Black bodies absorb and emit radiant energy better than bodies of lighter colors. We wear white or light colored clothes in summer so that they absorb the least heat from the sun. During winter, we use dark colored clothes which absorb heat from the sun and keep our body warm. The bottoms of the utensils for cooking food are blackened so that they absorb maximum heat from the fire and give it to the vegetables to be Newton's law of cooling. The rate of loss of heat is directly proportional to difference of temperature between the body and its surroundings. The loss of heat by radiation depends upon the nature of the surface of the body and the area of the exposed surface. That is equal to
minus dq by dt is equal to k into t2 minus t1, where k is a positive constant depending upon the area and nature of the surface of the body. Here the curve showing cooling of hot water with time. +1 ഫിസിക്സിലെ 11ാമത്തെ ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഈ ചാപ്റ്റർ ആണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചത്. +1 ഫിസിക്സിലെ അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. +1 ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്ക് ആയി നമുക്ക് കാണാം. നമസ്കാരം.